UGC നെറ്റ് പേപ്പർ 2 സൈക്കോളജിയുടെ PYQ സെഷനാണ് നടക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട തിയറിയാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലിസ്റ്റും സെക്കൻഡ് ലിസ്റ്റും മാച്ച് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഇത് ആക്ച്വലി ഇതൊരു തിയറി ബേസ്ഡ് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, ഇത് തിയറി ആണെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഇത് ഒരു തിയറിയുടെ ബേസിൽ ഉണ്ടായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു നോർമൽ ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇത് ഒരു നോർമൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു തിയറി ബേസ്ഡ് ആണ്. ഇത് ഞാനിവിടെ ടൈപ്പ് ചെയ്യാം താഴേക്ക്. ഇത് 3 തിയറികൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു തിയറി മോഡലാണ് ശരിക്കും. ഈ തിയറിയുടെ പേര് കാറ്റൽ ഹോൺ കാരൽ. 3 ആളുകളുടെ പേരാണ്. CHC തിയറി ആണിത്. ഓക്കെ, കാറ്റൽ ഹോൺ കാരൽ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ തിയറി എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് ശരിക്കും വ്യക്തമായിട്ട് നമുക്ക് ഈ മാച്ച് ദ ഫോളോയിങ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. ഓക്കെ, ഇത് ഹ്യൂമൻ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, ഒരു തിയറിയാണിത്. ഓക്കെ, ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം. widely considered the most influential scientifically proven theory of human intelligence. Used in modern psychology. പ്രധാനപ്പെട്ട ഒരു തിയറിയാണത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഈ തിയറിയുടെ ഒരു 2 ലിസ്റ്റ് 1 ലിസ്റ്റ് 2 വരുന്ന 2 പാർട്സാണ്. അത് തിയറി നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് ഈ തിയറി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഇതൊരു തിയറി അല്ല, ഇത് 3 തിയറിയാണ്. 3 തിയറി കമ്പൈൻ ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു തിയറിയാണത്. നമ്മൾ കാറ്റൽ എന്ന് പറഞ്ഞത് റൈമണ്ട് കാറ്റലാണ്. ഹോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോൺ ഹോൺ ആണ്. മൂന്നാമത്തെ കാരൽ എന്നത് ഉദ്ദേശിക്കുന്നത് ജോൺ കാരൽ. ഇവരുടെ 3 വ്യത്യസ്ത തിയറികൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ തിയറി ഉള്ളത്. അത് കമ്പൈൻ ചെയ്തുകൊണ്ട് ആക്ച്വലി
വ്യക്തിയുടെ പേര് നോക്കട്ടെ, എഴുതി വെച്ചിരുന്നു. കെവിൻ മക്ഗ്രോ. ഇവർ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ തിയറി CHC തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ തിയറികൾ എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് തിയറികൾ നോക്കാം. ഫസ്റ്റ് തിയറി റൈമൺ കാറ്റൽ. വിശദമായിട്ട് ആ തിയറികൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഷോർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോലെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിന് ശേഷം തിയറിയിലേക്ക് പോകാം, അതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോസസ്സിങ് സ്പീഡാണല്ലേ. പ്രോസസ്സിങ് സ്പീഡ്, ഈ പ്രോസസ്സിങ് സ്പീഡിൻ്റെ മാച്ച് ചെയ്യുന്നത് സെമാൻറ്റിക് പ്രോസസ്സിങ് സ്പീഡാണ്. ഓക്കെ, പ്രോസസ്സിങ് സ്പീഡ് സെമാൻറ്റിക് പ്രോസസ്സിങ് സ്പീഡാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇവിടെ താഴെ ടൈപ്പ് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. ഓപ്ഷൻ എ പ്രോസസ്സിങ് സ്പീഡ്. അത് മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ 3 ആണ്, സെമാൻറ്റിക് പ്രോസസ്സിങ് സ്പീഡ്. ഇവിടെ പറയുന്നത് പ്രോസസ്സിങ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിന് നമ്മൾ ഓട്ടോമാറ്റിക് സിമ്പിൾ മെൻ്റൽ ടാസ്ക് ഒക്കെ എത്രത്തോളം ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ അത് ചെയ്യുന്നു എന്നതിനെയാണ് ഈ പ്രോസസ്സിങ് സ്പീഡ് എന്ന് പറയുന്നത്. പ്രോസസ്സിങ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ തിയറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഈ കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രോസസ്സിങ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എബൌട്ട് how fast your brain carries out automatic simple mental task. എങ്ങനെയാണ് എത്രത്തോളം ഫാസ്റ്റിലാണ് നമ്മളെ ബ്രെയിന് നമ്മൾ ഓട്ടോമാറ്റിക് സിമ്പിളായിട്ടുള്ള മെൻ്റൽ ടാസ്കുകളൊക്കെ ഉണ്ടല്ലോ ഇത് കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രോസസ്സിങ് സ്പീഡ് വിശദീകരിക്കുന്നത്. തിയറി ഞാൻ പറയാം. സെമാൻറ്റിക് പ്രോസസ്സിങ് സ്പീഡോണ് ഉദ്ദേശിക്കുന്നത് നമ്മളെ റിയാക്ഷനാണ്, ബ്രെയിനിൻ്റെ റിയാക്ഷനാണ്. നമ്മൾ എങ്ങനെ നമ്മൾ ഒരു വേർഡിനെയും ഒരു ആൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ സംസാരം, അവരുടെ വേർഡ്, അവരുടെ സിമ്പിൾസ്, അതിനെ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതാണ് സെമാൻറ്റിക് പ്രോസസ്സിങ് സ്പീഡ് എന്ന് പറയുന്നത്. സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ സ്പീഡ്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ അതിൻ്റെ മീനിങ് ജസ്റ്റ് എഴുതി വെക്കാം. It refers to how fast we can react to and understand the meaning of words or symbols. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് എന്തൊക്കെയാണ് വേർഡ്സും സിമ്പിൾസ് ആണല്ലോ നമ്മൾ സാധാരണ യൂസ് ചെയ്യാം. അപ്പോൾ ഈ വേർഡ്സ് സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അത് നമ്മൾ ആ റിയാക്ട് ചെയ്യാനെടുക്കുന്ന സമയം എത്ര ഫാസ്റ്റിൽ നമ്മളത് റിയാക്ട് ചെയ്യുന്നു
എന്നതാണ് എന്തിൽ പറയുന്നത്, ഈ സെമാൻറ്റിക് പ്രോസസ്സിംഗ് സ്പീഡിൽ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ നമ്മളിവിടെ പറഞ്ഞു, സെമാൻറ്റിക് പ്രോസസ്സിംഗ് സ്പീഡ് മാച്ച് ചെയ്യുന്നത് ഇതിലാണ്, ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഈക്വൽ ടു പ്രോസസ്സിംഗ് സ്പീഡ്, ഓപ്ഷൻ 3 സെമാൻറ്റിക് പ്രോസസ്സിംഗ് സ്പീഡിലാണ് കണക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ ബിയിലേക്ക് നമുക്ക് പോവാം. ഓപ്ഷൻ ബി വരുന്നത് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആണ്. ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്ങുമായി കണക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഇവിടെ എഴുതാം, ഓപ്ഷൻ ബി. ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ 4 ഓപ്ഷൻ 4 ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. എന്താണ് ഓപ്ഷൻ 4 എന്ന് പറയാൻ നോക്കാം. ഓക്കെ, എന്താണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്? ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ തിയറി നമ്മൾ മുമ്പ് PYQ സെഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. നമ്മൾ ഒരു വ്യക്തിയുടെ എബിലിറ്റിയാണ് പുതിയ ബ്രാൻഡ് ന്യൂ പ്രോബ്ലംസ്, അബ്സ്ട്രാക്റ്റ് ന്യൂ പ്രോബ്ലംസ്, ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റിക്കാണെന്ന് പറയാം ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയാം. ഇതിനെക്കുറിച്ച് ഇയാളാണ് റൈമൺ കാറ്റലിൻ്റെ തിയറിയാണ്. അദ്ദേഹമാണ് ഈ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ഒക്കെ കൊണ്ടുവന്നത്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഇതിൽ എന്താണ് ഈ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ എബിലിറ്റി പുതിയ അബ്സ്ട്രാക്റ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റിക്കാണെന്ന് പറയാം ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയാം. ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം, ഇറ്റ് ഈസ് ദ എബിലിറ്റി to solve brand new abstract problems using logic. ലോജിക് യൂസ് ചെയ്തുകൊണ്ട് അബ്സ്ട്രാക്റ്റ് പുതിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനാണെന്ത് പറയാം, എന്ത് പറയാം, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയാം. ഓക്കെ, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ഇനി നമുക്ക് അടുത്ത എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ തന്നെ സോൾവിങ് മാത്സ് ആൻഡ് പാറ്റേൺ പ്രോബ്ലംസ്. നമുക്ക് ഒരു ട്രെയിനിങ് ഇല്ലാതെ തന്നെ നമ്മൾ എന്താണ് പാറ്റേൺസ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാം. ഇതിനാണ് എന്ത് പറയാം, ഈ ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൻ്റെ എക്സാമ്പിളാണ് ശരിക്കും എന്ത് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നമ്മളെ ക്ലാസ് ലഭിക്കാതെ ഒരു പ്രീവിയസ് ട്രെയിനിങ്ങോ എക്സ്പീരിയൻസോ ഇല്ലാതെ തന്നെ പുതിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണെന്ത് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ. ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൻ്റെ എക്സാമ്പിളാണ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. സോൾവിങ്
നോവൽ മാത്സ് ഫോർ പാറ്റേൺ പ്രോബ്ലംസ് വിത്തൗട്ട് പ്രിയർ ട്രെയിനിങ്. ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൻ്റെ എക്സാമ്പിളാണ്. അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പുതിയ നമുക്ക് ഇതുവരെ നമ്മൾ സമീപിക്കാത്ത മുമ്പ് വന്ന ഒരു പ്രോബ്ലമാണ്. അതിനെ നമുക്ക് ലോജിക്ക് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് എന്ത് പറയാം? ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയാം. അപ്പോൾ അതിനൊരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതിനാണ് നമ്മളെ മുമ്പിൽ എന്ത് ചെയ്തു? ഒരു പാറ്റേൺ പ്രോബ്ലം നമുക്കറിയാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു പസിൽ, ജിക്സോ പസിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പസിൽ നമ്മളെ മുമ്പിൽ വന്നു, അത് നമ്മൾ സോൾവ് ചെയ്യുകയാണ്. അത് ശരിക്കും എന്താണ്? അതൊരു ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൻ്റെ എക്സാമ്പിളാണ്. ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്ങും എന്താണ്? ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൻ്റെ എക്സാമ്പിളാണ്. ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ of fluid intelligence. ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൻ്റെ എക്സാമ്പിളാണത്. അപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് ഓപ്ഷനും ഡിസ്കസ് ചെയ്തു, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോവാം. സാധാരണ നമ്മൾ പേന യൂസ് ചെയ്തിട്ടാണ് എഴുതാറ്. പേന യൂസ് ചെയ്ത് എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന അക്ഷരങ്ങളൊന്നും ക്ലിയർ ആയിട്ട് കാണില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് ടൈപ്പിംഗ് ആക്കിയത്. ടൈപ്പിംഗ് ആകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഇതിൻ്റെ PDF ആയിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റിയും കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു പരീക്ഷണമായിട്ട് ചെയ്ത് നോക്കിയതാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. ഇതിൻ്റെ തിയറി ഞാൻ പറയാട്ടോ. മൊത്തം പറഞ്ഞതിന് ശേഷം നമുക്ക് തിയറി ഡിസ്കസ് ചെയ്യുക, അതാണ് കുറച്ചും കൂടെ നല്ലത്. ആദ്യം തന്നെ തിയറി ഡിസ്കസ് ചെയ്യുന്നത് കൺഫ്യൂഷൻ ആവുന്നുള്ളതുകൊണ്ടാണ് ചോദ്യം ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോവാം. ബ്രോഡ് കോഗ്നേറ്റീവ് സ്പീഡ്നെസ്. ബ്രോഡ് കോഗ്നേറ്റീവ് സ്പീഡ്നെസ് പെർസെപ്ച്വൽ സ്പീഡിലാണ് വരുന്നത്. ബ്രോഡ് കോഗ്നേറ്റീവ് സ്പീഡ് ഈക്വൽ ടു പെർസെപ്ച്വൽ സ്പീഡ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താന്ന് നോക്കാം. ഓപ്ഷൻ സി, ബ്രോഡ് കോഗ്നേറ്റീവ് സ്പീഡിനെസ്. അത് മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ 1 ആണ്. പെർസെപ്ച്വൽ സ്പീഡ് ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. നമുക്കിതിൻ്റെ വിശദീകരണം ജസ്റ്റ് നോക്കാം. എന്താണ് ഈ ബ്രോഡ് കോഗ്നേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്? ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്. നമ്മളെന്താണ് ഒരാൾക്ക് എത്ര ഫാസ്റ്റിലാണ് ഒരു വിഷയം കമ്പയർ ചെയ്യാൻ, സെർച്ച് ചെയ്യാൻ, പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുക എന്നതാണ് ബ്രോഡ് കോഗ്നേറ്റീവ് സ്പീഡിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇവിടെ എഴുതാം. ഇപ്പോൾ ഇവിടെ ഇത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. അപ്പം ഇത് നമ്മൾ എന്താണ് ഇവിടെ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് പറയാം. ഓക്കെ, ദിസ് ഈസ് അവർ സ്പീഡ് അറ്റ് rapidly comparing
സെർച്ചിങ് കോമ or identifying visual patterns and symbols. ഓക്കെ, ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള തിയറിയിലാണ് ഇത് വരുന്നത്. അതിൽ ഈ പെർസെപ്ച്വൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് പെർസെപ്ച്വൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പെർസെപ്ച്വൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ലിസ്റ്റിൽ എന്ത് ചെയ്യാണ്, ഒരു വലിയ ലിസ്റ്റിൽ നിന്ന് നമ്മൾ മാച്ച് ചെയ്യുന്ന ലിസ്റ്റുകൾ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഒരു വലിയ ലിസ്റ്റാണ്, ആ വലിയ 2 ലിസ്റ്റുകളുണ്ട്. ഒരു കുട്ടിയുടെ എന്താണ് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പേര് വിവരങ്ങളാണ് ഒരു ലിസ്റ്റിലുള്ളത്. അപ്പുറത്തെ ലിസ്റ്റിലുള്ളത് കോളേജിൽ എന്താണ് 1ാം റാങ്ക് കിട്ടിയ ആർട്സ് ഫെസ്റ്റിവലിന് 1ാം റാങ്ക് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റാണ്. അപ്പോൾ ഈ 2 ലിസ്റ്റും നമ്മളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റും. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളും റാങ്ക് ലിസ്റ്റിലുണ്ടോ നോക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ അത് അതിൻ്റെ സ്പീഡിനെയാണ് എന്താ പറയുക, പെർസെപ്ച്വൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്വിക്ക്ലി ഫൈൻഡിങ് matching numbers in a long list. ഇതിൽ വരുന്നതാണ്. ഓക്കെ, under this umbrella. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. ഇനി നമുക്ക് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഓപ്ഷൻ അടുത്ത് നോക്കാം. ഇതിൽ നമ്മൾ ബ്രോഡ് കോഗ്നിറ്റീവ് സ്പീഡ്, ഒന്ന് ജനറൽ ആണ്, ഒന്ന് സ്പെസിഫിക് ആണ്. രണ്ടും ഒരേ കൺസെപ്റ്റ് തന്നെയാണ്, നമുക്ക് പറയാം. ഇത് ശരിക്കും ഇതിൽ വരുന്നത് 3 ടയർ സിസ്റ്റത്തെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 3 ലെയറുകൾ സ്ട്രാറ്റം വിശദീകരിക്കുന്നത് CHC തിയറിയിൽ. അതിൽ സെക്കൻഡ് സ്ട്രാറ്റമാണ് ഓപ്ഷൻ ബി, ലിസ്റ്റ് 1. തേർഡ് സ്ട്രാറ്റമാണ് ഓപ്ഷൻ സി വരുന്നത്. അപ്പോൾ അത് ഈ കൺസെപ്റ്റ് പറഞ്ഞതിൻ്റെ വിശദീകരിച്ചതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. ഓക്കെ, അടുത്ത ഓപ്ഷനാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ 2 സ്പെല്ലിംഗ് എബിലിറ്റി. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഈക്വൽ ടു സ്പെല്ലിംഗ് എബിലിറ്റി. നമുക്ക് നോക്കാം. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് സ്പെല്ലിംഗ് എബിലിറ്റി ഓപ്ഷൻ ഡി ആണല്ലോ അല്ലേ? ഡി. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ 2 സ്പെല്ലിംഗ് എബിലിറ്റി. നമ്മൾ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ റൈമണ്ട് കാറ്റലിൻ്റെ തിയറി തന്നെയാണ്. അതിനി പറയാൻ പോകുന്നുണ്ട്, ഈ ടേം പറയാം. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമല്ലോ. സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ കൾച്ചർ, നമ്മളെ ലൈഫ് എക്സ്പീരിയൻസ്, ഇങ്ങനെയൊക്കെ നമ്മൾ അക്വയർ ചെയ്യുന്ന നോളജിനാണ് എന്ത് പറയുക, ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയാം. അതായത് നമ്മൾ പഠിച്ചെടുക്കുന്ന സ്കില്ലുകൾ. ഓക്കെ, പഠിച്ചെടുക്കുന്ന സ്കില്ല് എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ടല്ലോ. അതിലിപ്പോൾ ഒന്നാണ് സ്പെല്ലിംഗ് എബിലിറ്റി. ഇപ്പോൾ നമ്മൾ ആപ്പിൾ എന്ന സ്കൂളിൽ പഠിക്കുന്നതാണ്. അതിൻ്റെ സ്പെല്ലിംഗ് APPLE. അതിൻ്റെ
എക്സാമ്പിളാണ് സ്പെല്ലിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇവിടെ ഓരോ ഓപ്ഷനും അതിൻ്റെ എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്താണ് റെപ്രസെൻസ് ദ knowledge and skills we acquire through സ്കൂള് അല്ലെങ്കിൽ നമ്മളെ കൾച്ചർ അല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അതിൽ അതാണെന്ത് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുന്ന സ്കില്ലാണ്. നമ്മൾ സ്കൂളുകൾ, നമ്മളെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഒക്കെ അങ്ങനെയൊക്കെ എടുക്കുന്ന സ്കില്ലിനാണ് എന്താ പറയുക ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയാം. അതിൽ എന്താണെന്ന് നോക്കാം. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് അതിന് എക്സാമ്പിളാണ് എന്താണ് എന്ത് സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അക്ഷരങ്ങൾ സ്പെല്ല് ചെയ്യാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്കൂളിൽ നമ്മൾ ലിംഗ്വിസ്റ്റിക് എബിലിറ്റിയാണ് ശരിക്കും സ്പെല്ലിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇതിൽ പറയാം ഈസ് എ ലേൺഡ് എബിലിറ്റി. Linguistic skill that is permanent and hard coded into our memory over time. എല്ലാ കാലം നിലനിൽക്കുന്ന ബ്രെയിനിൽ കുറേ കാലം സൂക്ഷിച്ചു വെക്കുന്ന ഒരു എബിലിറ്റിയാണ്. ഇത് ശരിക്കും ഇതിൻ്റെ എക്സാമ്പിൾ തന്നെയാണ്. ഓരോന്നും പറയുന്നത് മറ്റൊന്നിൻ്റെ എക്സാമ്പിളായിട്ടാണ്. ഇപ്പോൾ 3 നമ്മൾ പഠിച്ചു അല്ലേ, 4 പഠിച്ചു. ഇവിടെ നമ്മൾ പ്രോസസ്സിങ് സ്പീഡ് എന്ന് പറയുന്നത് അതിൻ്റെ സെമാൻറ്റിക് പ്രോസസ്സിങ് സ്പീഡ് അതിൻ്റെ ഒരു വിശദീകരണമാണ്. ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് അതിൻ്റെ ഒരു വിശദീകരണമാണ്. ബ്രോഡ് കോഗ്നിറ്റീവ് സ്പീഡിനെസ്, പെർസെപ്ച്വൽ സ്പീഡ് അതിൻ്റെ ഒരു വിശദീകരണമാണ്. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് അത് സ്പെല്ലിംഗ് എബിലിറ്റി അതിൻ്റെ ഒരു വിശദീകരണമാണ്. അതൊക്കെ ഇങ്ങനെ വരുന്നതെന്ന് പറയാം. നമുക്ക് തിയറിയിലേക്ക് പോവാം അല്ലേ. ഇവിടെ നമ്മൾ 3 തിങ്കേഴ്സിനെ കുറിച്ച് നേരത്തെ വിശദീകരിച്ചു. കാറ്റിൽ, ഹോണ്, അതുപോലെ കാരൽ. CSE തിയറി വരുന്നതിന് മുമ്പ് ഇതൊക്കെ സെപ്പറേറ്റ് തിയറികളായിരുന്നു. ആ സെപ്പറേറ്റ് തിയറികൾ വളരെ ഷോർട്ടായിട്ട് നമുക്ക് ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഗ്രാഫ് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാം. വേണ്ട, നമുക്ക് ടൈപ്പ് ചെയ്യാതാണ് നല്ലത്. നമുക്ക് ഓരോന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഈ തിയറിയുടെ ഒരു ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റൈമണ്ട് കാറ്റൽ, നമ്മൾ CSE തിയറിയാണ് വിശദീകരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് തിയറി ഇതുമായി ബേസ് ചെയ്തത് റൈമണ്ട് കാറ്റലിൻ്റെ തിയറിയാണ്. റൈമണ്ട്
കാറ്റൽ. ഇദ്ദേഹം ഈ തിയറി 1940 എന്ത് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, റെയ്മണ്ട് കാറ്റൽ. ഇദ്ദേഹം പറഞ്ഞത് IQ ടെസ്റ്റ് എന്നിവ മുമ്പേ IQ ടെസ്റ്റുകളുണ്ട്. ഈ IQ ടെസ്റ്റുകൾ ശരിക്ക് എന്താണ് നമ്മുടെ ഒരാളുടെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയും അതുമാത്രമല്ല നമ്മൾ അക്വയർ ചെയ്യുന്ന എബിലിറ്റി ഉണ്ടല്ലോ അത് മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. ശരിക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇദ്ദേഹം ഇൻ്റലിജൻസിനെ 2 കാറ്റഗറികളായിട്ട് ഡിവൈഡ് ചെയ്തു. മുമ്പ് നമ്മൾ ഈ തിയറി വിശദമായിട്ട് പറഞ്ഞതായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റെയ്മണ്ട് കാറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റലിജൻസിനെ 2ആയിട്ട് വേർതിരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം. ഹി നോട്ടീസ്ഡ് ദാറ്റ് സ്റ്റാൻഡേർഡ് IQ test were flawed because they mixed with together problem solving skill with cultural സ്കൂളിംഗ്. അതായത് നമ്മൾ നേടിയെടുക്കുന്ന സ്കില്ലിനാണ് ഈ കൾച്ചറൽ സ്കൂളിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ട് അദ്ദേഹം, അതായത് നമ്മൾ പ്രോബ്ലം സോൾവിങ് നമുക്കുള്ള ഇൻഹെറിറ്റൻ്റായിട്ടുള്ള സ്കില്ലും നമ്മൾ നേടിയെടുക്കുന്ന സ്കില്ലും മിക്സ് ആയിട്ട് കിടക്കുന്നുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ സ്കില്ലുകളെ മൊത്തം 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്തത്. ഈ എന്താണ് സ്പ്ലിറ്റ് ഇൻ്റലിജൻസ് into 2 മേജർ പാർട്സ്. ഇതാണ് ഒന്ന് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. അതിന് GF എന്ന് പറയും. മറ്റൊന്നാണ് GE ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. ഇവിടെ നമുക്ക് എന്താണ് ഈ ഇൻ്റലിജൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഇതാണ് റെയ്മണ്ട് കാറ്റൽ പറയുന്നത്. ഓരോരുത്തർ എന്താ പറഞ്ഞത് നോക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പിന്നെ പോവാം. രണ്ടാമത്തത് ജോൺ ഹോണിൻ്റെ തിയറിയാണ്. ജോൺ ഹോൺ ഇദ്ദേഹം ഏകദേശം ഒരു 1960-80 കാലഘട്ടത്തിൽ കാറ്റലിൻ്റെ ശിഷ്യനായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ തിയറി ഒന്നുകൂടെ എന്ത് ചെയ്ത് അഡ്വാൻസ്ഡ് ആക്കിയത്, ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. 1960-80 കാലഘട്ടങ്ങളിലാണ് ഇദ്ദേഹം ഈ തിയറി എന്ത് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തത്. ഇദ്ദേഹം കാറ്റലിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. he expanded his teacher's work. ഇദ്ദേഹം ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം മാത്രമല്ല ഉള്ളത്. ഇദ്ദേഹം 8 മുതൽ 10 ബ്രോഡ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആയിട്ട് എന്ത് ചെയ്തു, ഇതിനെ ഡിവൈഡ് ചെയ്തു. ഒരു ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും 2 കാറ്റഗറികൾ മാത്രമല്ല എന്നാണ് ഇതിലൂടെ ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ
realized that intelligence is not just those two things. അത് മോള് പറഞ്ഞ ഇതല്ല, എന്താണ്, രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, ഇത് 8 മുതൽ 10 കാറ്റഗറികളായിട്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് ഓരോന്നോരോ പറയുമ്പോൾ കുറേ സമയം എടുക്കും. ഒക്കെ വലിയ വലിയ തിയറികളാണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ വിശദീകരണം പറയാണ്. ബാക്കി ആ തിയറി വരുന്ന സമയത്ത് അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്കത് വീണ്ടും ഇൻഡെപ്തായിട്ട് പറയാം. ഈ എക്സ്പാൻഡഡ് ദ മോഡൽ ടു include 8 to 10 broad cognitive abilities. ഇതിനെന്ത് ചെയ്തു, 8 മുതൽ 10 വരെ കാറ്റഗറികളായിട്ടാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ആളെ നമുക്ക് നോക്കാം, ജോൺ കാരൽ. ശരിക്കും ഇത് 2 ക്ലാസ് പറയേണ്ട ഒരു തിയറിയാണ്. ഒന്ന് ചുരുക്കി പറയാണ്. 1993 അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ തിയറി എന്ത് ചെയ്തു, ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്തു. ഇദ്ദേഹം എന്താണ്, ഒരു വലിയ ഹിസ്റ്റോറിക് മെറ്റാ അനാലിസിസ് നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഇദ്ദേഹം 460ഓളം സെപ്പറേറ്റ് ഡേറ്റാസ് കളക്ട് ചെയ്തു. ഏകദേശം 1,30,000-ഓളം ആളുകളെ ഇവർ ലോകത്ത് നേരിട്ട് കണ്ടിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. ഈ ഫൈൻഡിങ്സ് ആണ് പിന്നെ ഇത് അദ്ദേഹം എന്ത് ചെയ്തു, 3 സ്ട്രാറ്റം മോഡൽ എന്ന പേരിൽ എന്ത് ചെയ്തു, ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ റൈമൺ കാറ്റലിൻ്റെ തിയറി ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് ജോൺ ഹോൺ വന്നു. ജോൺ ഹോണിൻ്റെ തിയറി ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ജോൺ കാരൽ വന്നത്. അപ്പോൾ ജോൺ കാരൽ he conducted massive historic meta analysis. He reanalyzed more than 460 separate data. Containing intelligence test result ഓവർ, നമ്മൾ നേരത്തെ പറഞ്ഞ 1,30,000-ഓളം സാമ്പിൾ ആളുകളിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ട് എന്നത് ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ഡേറ്റ കളക്ട് ചെയ്തു. ഇതിൻ്റെ ബേസിൽ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ തിയറി പബ്ലിഷ് ചെയ്തു. 3 സ്റ്റേജുകളുള്ള 3 ലെയറുകളുള്ള ഒരു മോഡലാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 3 സ്ട്രാറ്റം എന്നാണ് അതിന് പറയാം. ഹി പബ്ലിഷ്ഡ് ഹിസ് ഫൈൻഡിങ് in a groundbreaking 3-layer model. ത്രീ സ്ട്രാറ്റം എന്ന് പറയാം. 3 സ്ട്രാറ്റം എന്ന് പറയും. അപ്പോൾ അതാണ് ഇതിൻ്റെ തിയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുണ്ട്, മറ്റൊരു റിസർച്ചർ കെവിൻ മക്ഗ്രോ ആൻഡ്
ഫ്ലാനഗൻ. ഇവർ എന്ത് ചെയ്തു, ഇതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തു. അതാണ് അൾട്ടിമേറ്റ് കോമ്പിനേഷൻ. ഏകദേശം 1990-കൾ തന്നെയാണ് ഇതെന്ത് ചെയ്തത്, ഇതും ഡെവലപ്പ് ചെയ്തത്. ഇത് ഈ ജോൺ കാരലിന് ശേഷമാണ് കേട്ടോ. കറക്റ്റ് കൃത്യമായിട്ട് വർഷം അറിയില്ല. ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, ഒഫീഷ്യലി ഈ കാലഘട്ടത്തിൽ സൈക്കോളജിസ്റ്റ് മൊത്തം, ആ കാലഘട്ടത്തിൽ സൈക്കോളജിസ്റ്റ് ഈ തിയറികളുടെ എന്ത് ചെയ്തു, സിമിലാരിറ്റി മനസ്സിലാക്കുകയും ഇവർ ഈ രണ്ട് പേര് കൂടിയിട്ട് എന്ത് ചെയ്തു, ഒഫീഷ്യലി ഇതെന്ത് ചെയ്തു, കമ്പൈൻ ചെയ്യുകയും ചെയ്തു. ഒഫീഷ്യലി കമ്പൈൻഡ് ദം തിയറീസ് into unified framework. അതായത് CHC തിയറി. അങ്ങനെയാണ് ഇതെന്ത് ചെയ്ത് കമ്പൈൻ ആയത് ഈ തിയറി. ഇനി നമുക്ക് ജസ്റ്റ് ഒരു പിരമിഡ് സ്ട്രക്ചർ പോലെ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു പിരമിഡ് പറയുകയാണെങ്കിൽ ഇവിടെ പിരമിഡ് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ പറ്റുകയാണെങ്കിൽ അവിടെ നമുക്ക് ഓരോന്ന് പിരമിഡുകളായിട്ട് ആഡ് ചെയ്യാം. ഇതിൽ ഏറ്റവും മുകളിലെ സ്റ്റേജ് സ്ട്രാറ്റം 3 എന്ന് പറയാം. സ്ട്രാറ്റം 3. അടുത്തതാണെന്ത്, സ്ട്രാറ്റം 2. അടുത്തതാണ് സ്ട്രാറ്റം 1. ഇങ്ങനെ 3ആയിട്ടാണ് എന്ത് ചെയ്തത്, ഈ തിയറി ഈ ഇൻ്റലിജൻസിനെ എന്ത് ചെയ്തത്, ഡിവൈഡ് ചെയ്തത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് സ്ട്രാറ്റത്തിൽ പറയുന്നത് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യാം. ഇവിടെ എന്താണ്, ഒരു ജനറൽ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കും എന്നതാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് ഏറ്റവും ഒരു ജനറൽ ഇൻ്റലിജൻസ്. എല്ലാത്തിനെയും നിലനിർത്തുന്ന ഒരു കോമൺ ആയിട്ടുള്ള ജനറൽ ഇൻ്റലിജൻസ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതാണ് സ്ട്രാറ്റം 1 പറയുന്നത്. ഈ സ്ട്രാറ്റം 2 പറയുന്നത് സ്ട്രാറ്റം 3 ആണ്. സ്ട്രാറ്റം 3 പറയുന്നതാണ് ജനറൽ ഇൻ്റലിജൻസ്. ഓക്കെ, സ്ട്രാറ്റം 2 പറയുന്നത് ബ്രോഡ് എബിലിറ്റീസ്. ഇത് ഏകദേശം 16 കാറ്റഗറികളുണ്ട്. ഓക്കെ, 16 കാറ്റഗറീസ് ഓഫ് ബ്രോഡ് എബിലിറ്റീസ് ഉണ്ട്. 16 ജനറൽ കാറ്റഗറീസ് ഓഫ് മെൻ്റൽ ഫങ്ഷൻസ്. ഇവരെന്ത് ചെയ്തു, ഈ സ്ട്രാറ്റം 2നെ 16 കാറ്റഗറികളായിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ സ്ട്രാറ്റം 1, സ്ട്രാറ്റം 2,
സ്ട്രാറ്റം 3, സ്ട്രാറ്റം 2 പറഞ്ഞു. ഇനി നമുക്ക് സ്ട്രാറ്റം 1ലേക്ക് പോകാം. സ്ട്രാറ്റം 1, നാരോ എബിലിറ്റീസ്. സ്ട്രാറ്റം 1ന് 3 ടേമുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞത്, സ്ട്രാറ്റം 3ൽ ബ്രോഡ് എബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് സ്ട്രാറ്റം 2, അതുപോലെ നാരോ എബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് സ്ട്രാറ്റം 3. അതിൽ ജനറൽ ഇൻ്റലിജൻസ് വരുന്നത് ഓവർ റീച്ചിങ് പീക്ക്, അതിൽ ഏറ്റവും എല്ലാത്തിനും ഉൾപ്പെടുത്തുന്ന കോമൺ ആയിട്ടുള്ള ഇൻ്റലിജൻസ് ജനറൽ ഇൻ്റലിജൻസ് ആണ്. പിന്നെ അടുത്തത് ഇനി നമുക്ക് നാരോ എബിലിറ്റീസ് നോക്കാം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ഏകദേശം 80ഓളം സ്പെസിഫിക് ടാസ്കുകൾ ഇതിൽ വരുന്നുണ്ട്. 80ഓളം, ഏകദേശം 80 ഹൈലി സ്പെസിഫിക്. ഇതിൻ്റെ ഒരു സെഷൻ നമുക്ക് ഇതിനെ കുറിച്ച് ഓരോ തിയറിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. അതിന് നമുക്ക് സമയം വേണം. കാരണം ഒരു തിയറി നമുക്ക് ഇത്ര ഇതിൽ പറയാൻ കഴിയുള്ളൂ. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി ഇതിൻ്റെ ബാക്കി ഓരോന്ന് പറയണം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ ഇതിൽ ഈ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റം 2 ആണ്. അതുപോലെ ലിസ്റ്റ് 2 സ്ട്രാറ്റം 1 ആണ്. അതിൽ വരുന്നതാണ് ഈ 16 ജനറൽ കാറ്റഗറി ബ്രോഡ് എബിലിറ്റീസ് ഉണ്ടല്ലോ, അതാണ് ലിസ്റ്റ് 1ൽ വന്നിട്ടുള്ളത്. അതിൽ 16എണ്ണത്തിൽ 4 ലിസ്റ്റ് 1ൽ വന്നിട്ടുള്ളത്. സ്ട്രാറ്റം 1ൽ സ്ട്രാറ്റം 1 എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് 2ൽ വരുന്ന ഹൈലി സ്പെസിഫിക് ടാസ്കുകളാണ്. അത് ബ്രോഡ് സ്ട്രാറ്റം 1ൻ്റെ അണ്ടറിൽ വരുന്ന സ്ട്രാറ്റം 2ൻ്റെ അണ്ടറിൽ വരുന്ന സ്ട്രാറ്റം 1s ആണ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്ന് നോക്കാം. അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് താഴെ ഒന്നുകൂടെ പറയാം. സ്ട്രാറ്റം 3. ഇതിനെ നമ്മൾ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയും അല്ലേ. സ്ട്രാറ്റം 3 ജനറൽ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ എന്നും പറയാറുണ്ട്. ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ഇൻ്റലിജൻസ് എന്ന് പറയും. ഇതിന് ജി ഫാക്ടർ എന്നും പറയാറുണ്ട്. ഓക്കെ, ടേമുകൾ പഠിച്ചു. എക്സാമിന് ടേമുകളാണ് ആവശ്യം. ജി ഫാക്ടർ, അങ്ങനെ 3 പേരിൽ ഇത് അറിയപ്പെടാറുണ്ട്. ഓക്കെ, ഇത് നമ്മളെല്ലാ ഇൻ്റലിജൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ജനറൽ ഫാക്ടറാണ്. നമ്മൾ എന്ത് ഇൻ്റലിജൻസുമായി കണക്ട് ചെയ്തപ്പെട്ട എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് ആണിത്, കോമൺ ഇൻ്റലിജൻസ് ആണിത് സ്ട്രാറ്റം 3 എന്ന് പറയുന്നത്. ദിസ് റെപ്രസെൻറ്റ് absolute general intelligence it is the overreaching mental energy
that affect everything we do. നമ്മളെല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഭാഗമാണിത് സ്ട്രാറ്റം 3 എന്ന് പറയുന്നത്. സ്ട്രാറ്റം 3. ഇനി നമുക്ക് അടുത്ത സ്ട്രാറ്റം 2ലേക്ക് പോവാം. സ്ട്രാറ്റം 2 അതിന് നമ്മൾ ബ്രോഡ് എന്ന് പറയും. ബ്രോഡ് എബിലിറ്റീസ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് മിഡിൽ ലെവൽ എന്നും പറയും. മിഡിൽ ലെവൽ എബിലിറ്റീസ് എന്ന് പറയും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ 16 സ്പെസിഫിക് എബിലിറ്റീസ് ഉണ്ട്. നമ്മൾ ലിസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ലിസ്റ്റ് 1ൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിലാണ് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻ 16 ബോർഡ് എബിലിറ്റീസ്. ഇതിൽ മെയിനായിട്ടുള്ള ബേസിക് ടൈപ്പ് ഓഫ് മെൻ്റൽ ഓപ്പറേഷൻസ് ആണ് ഇതിൽ വരിക. നമ്മളെ ബേസിക് ഉദാഹരണമായിട്ട് പ്രോസസ്സിങ് സ്പീഡ്, മെമ്മറി, റീകോള്, ഫ്ലൂയിഡ് റീസണിങ്, ഇതൊക്കെയാണ് ഇതിൽ വരിക. ജസ്റ്റ് ഒന്ന് എഴുതരാം. ദീസ് ആർ ബേസിക് ടൈപ്പ് ഓഫ് മെൻ്റൽ ഓപ്പറേഷൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സച്ചാസ് നമുക്ക് പറയാം പ്രോസസ്സിങ് സ്പീഡ്, അതുപോലെ തന്നെ മെമ്മറി, റീകാള്, അതുപോലെ തന്നെ ഫ്ലൂയിഡ് റീസണിങ് എക്സെട്ര. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെ വിശദീകരണം ഇനിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് ലിസ്റ്റ് 1 ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലിസ്റ്റ് 1ൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ സ്ട്രാറ്റം 2ൽ വന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രാറ്റം 2 വന്നത് ഇത്ര ഡീപ്പായിട്ടുള്ള ഒരു ഭാഗമാണ് ചോദിച്ചത്. നമുക്ക് ഒരിക്കലും പെട്ടെന്ന് മനസ്സിലാവില്ല ഈ തിയറിയുടെ ലിസ്റ്റ് 1ലുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ആ ഈ തിയറീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം നോക്കണം. ആ സമയത്ത് ഈ ലിസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് നോക്കണം. നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഈ 16 എബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാം കൂടെ ടൈപ്പ് ചെയ്യാനുള്ള സമയം നമുക്കില്ല. മെയിനായിട്ട് ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രോസസ്സിങ് സ്പീഡിൽ അതിൽ വരുന്നുണ്ട്, മെമ്മറി, റീകാള്, ഇങ്ങനെയുള്ള ഫ്ലൂയിഡ് റീസണിങ് ഒക്കെ അതിൽ വരുന്നതാണ്. ഇനി നമുക്ക് സ്ട്രാറ്റം സ്ട്രാറ്റം 1. സ്ട്രാറ്റം 1ൻ്റെ പേര് നാരോ എബിലിറ്റീസ് അല്ലെങ്കിൽ ബേസ് ലെവൽ എന്നും ഇതിന് പറയാറുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 80 എന്താണ് ഹൈലി സ്പെസിഫിക് നാരോ സ്കിൽസ് ആണ് ഇതിൽ വരുന്നത്. ദിസ് കണ്ടെയ്ൻ over 80 highly specific narrow skills. ഇത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രാറ്റം ലെവലിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് ആണെന്ത് സ്ട്രാറ്റം 1 എന്ന് പറഞ്ഞത്. സ്ട്രാറ്റം 2ൻ്റെ ഒരു സബ്ബാണ് ശരിക്ക് സ്ട്രാറ്റം 1 എന്ന് പറഞ്ഞാൽ. ദീസ് ആർ ആക്ച്വൽ ഡെയിലി ആക്ടിവിറ്റീസ് ഓർ ടെസ്റ്റ് ഐറ്റംസ് വി ആക്ടിവിറ്റീസ് എഴുതിയാൽ മതി. We perform to measure
the broad abilities above. അവരിതിൽ വരുന്ന ഓപ്ഷൻ ലിസ്റ്റ് 2 വരുന്നതൊക്കെ ഇതാണ്. ലിസ്റ്റ് 2 ലിസ്റ്റിൽ 2 വരുന്ന 80 ഐറ്റംസിൽ, അതായത് ലിസ്റ്റ് 1ൻ്റെ സബ്ബാണ് ശരിക്കും എന്ത് ലിസ്റ്റ് 2 എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഈ തിയറി CHC തിയറിയുമായി കണക്ട് ചെയ്യപ്പെട്ടത്. ഇനി ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് തിയറികൾ, കുറച്ച് സമയം കൂടി അഡീഷണൽ എടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൽ മെയിനായിട്ട് കുറച്ച് ഈ തിയറിയുമായി ബേസ് ചെയ്തിട്ട് ഇതിൽ കുറേ കാര്യങ്ങൾ, കുറേ കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ തിയറിയിൽ ഉൾക്കൊള്ളുന്ന ബേസിക് ആയിട്ടുള്ള കീ കൺസെപ്റ്റുകൾ. നമ്മൾ 16 ബ്രോഡ് കാറ്റഗറീസ് പറഞ്ഞല്ലോ അവിടെ. ഈ 16 ബ്രോഡ് കാറ്റഗറീസിൽ പ്രധാനപ്പെട്ട ഒരു 4 പറയാം. ഓക്കെ, അതിലൊന്നാണെന്ത് ഫ്ലൂയിഡ് കീ, ജസ്റ്റ് ഇവിടെ എഴുതാം, കീ കൺസെപ്റ്റ്, അല്ലെങ്കിൽ 16 ബ്രോഡ് കാറ്റഗറീസ്. ഇതിൽ എല്ലാം പറയാനില്ല, ഒരു 4 പറയാം. ഒന്നാണെന്ത് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ക്വസ്റ്റ്യനിലുള്ളതാണ്. എന്താണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള എന്താണ് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ മുമ്പ് പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ സോൾവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം, ഈ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയാം. അത് ഒരു വ്യക്തിയുടെ എബിലിറ്റിയാണ്. നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം, ലോജിക്കലി ചിന്തിക്കേണ്ട യുക്തിപരമായിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ ചെയ്യാനുള്ള എബിലിറ്റിക്ക് എന്ത് പറയും, ഈ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയും. ഇവിടെ എഴുതാം, ഇറ്റ് ഈസ് our ability to reason, think logically, and solve complex entirely unfamiliar problem in the moment. It does not depend on what you learned in the school നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടതല്ല, അല്ലാതെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിയാണത് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് മറ്റൊന്നാണത്, മറ്റൊരു ഈ 16 മറ്റൊരു കാറ്റഗറിയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നത്, ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്താണ്? ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് നോക്കാം. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചെടുക്കുന്ന സ്കില്ലിനാണ് എന്താ പറയുക ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷനിലൂടെ, പുസ്തകം വായിക്കുന്നതിലൂടെ, നമ്മളെ കൾച്ചർ, അതുപോലെ നമ്മളെ ലൈഫ് എക്സ്പീരിയൻസ്, ഇതിലൂടെയൊക്കെ കിട്ടുന്ന സ്കില്ലുകളാണ് എന്ത് പറയാം ഈ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ നോളജ് we accumulate over our
ലൈഫ് ടൈം. ത്രൂ ഫോർമൽ education, reading books, culture, and life experience. നമ്മളെ ലൈഫ് എക്സ്പീരിയൻസുമായി ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഗ്രോസ് ആസ് വി grow, as ഏജ്. വയസ്സ് കൂടുന്നതനുസരിച്ച് ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഈ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തത് ഈ 16 മൂന്നാമത്തെ മറ്റൊന്നാണത് പ്രോസസ്സിങ് സ്പീഡ്. പ്രോസസ്സിങ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെന്താണ് കിക്കിലി ഒരു നമ്മളെ ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്. എത്രത്തോളം നമുക്ക് ഒരു കാര്യത്തിൽ എത്രത്തോളം ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, നമ്മളെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. our ability to perform simple repetitive cognitive tasks quickly and automatic while maintaining high focus. ഇനി നമുക്ക് നാലാമത്തെ ഒരു സ്കില്ലാണ് ബ്രോഡ് കോഗ്നിറ്റീവ് സ്പീഡിനെസ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ് ബ്രോഡ് കോഗ്നിറ്റീവ് സ്പീഡിനെസ്. ബ്രോഡ് കോഗ്നിറ്റീവ് സ്പീഡിനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ എഴുതാം. ഹൗ ഏതാണ് ഓക്കെ ഹൗ ഫാസ്റ്റ് our mind can make a conscious choice when with a choice stimulus or visual pattern. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്ക് ഒന്നിലധികം ലിസ്റ്റുകൾ, ചോയ്സുകൾ, കമ്പാരിസൺ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മൈൻഡ് എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നതെന്നൊക്കെ ഇതിൽ വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പേരും കോളേജിലെ എക്സാമിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്സ് പ്രോഗ്രാമിൻ്റെ ലിസ്റ്റും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കമ്പയർ ചെയ്യാൻ കഴിയും. അത് ഒരാളുടെ എബിലിറ്റിക്ക് അനുസരിച്ചാണ് എന്ത് ചെയ്യാം, ഇതൊക്കെ ഇൻ്റലിജൻസ് അനുസരിച്ചാണ് എന്ത് ചെയ്യാം ഇത് വരിക. അപ്പോൾ ഇതിൽ ബ്രോഡ് കോഗ്നിറ്റീവ്
സ്പീഡിനെസ്സിൽ വരുന്നതാണ്. ഇതിൽ തന്നെയാണ് ഈ 4 എണ്ണവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റ് 1ൽ വരുന്നതാണ്. ഇതിൻ്റെ ഒരു സബ്ബായിട്ടാണ് സ്ട്രാറ്റം 1 വരുന്നത്. ഈ സ്ട്രാറ്റം 1 എന്ന് പറഞ്ഞാൽ 80ലധികം ഹൈലി സ്പെസിഫിക് നാരോ സ്കിൽസ് ആണ് ഇതിൽ വരുന്നത്. അത് ലിസ്റ്റ് 2ലാണ്. ഇതിൻ്റെ അണ്ടറിൽ തന്നെയാണ് ഇതും വരുന്നത്. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസ് വരുന്ന സ്കില്ലുകളാണ് ഈ സ്കില്ല് നാരോ സ്കിൽസ് എന്ന് പറയും. അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 80 സ്കില്ലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. ഇതിന് നോട്ട് ഞാൻ ജസ്റ്റ് ഞാൻ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PDF ആക്കിയിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇതിൽ 5 തിങ്കേഴ്സിനെ നമ്മൾ പറയുന്നുണ്ട് 5 കാറ്റഗറികളായിട്ട്. ഒന്ന് റൈമൺ കാറ്റലാണ്, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് തിയറി. പിന്നെ അതുപോലെ ജോൺ ഹോണിൻ്റെ തിയറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ജോൺ കാരലിൻ്റെ തിയറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനെ കമ്പയർ ചെയ്തിട്ട് ഇത് കമ്പൈൻ ചെയ്യുന്ന ആളാണ് ആര്, ഈ കെവിൻ മെക്രോവും അതേപോലെ ഫ്ലാനഗനും. ഓക്കെ, ഈ 4 പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അതിൻ്റെ ഒരു വിശദീകരണമാണ് ഇങ്ങനെ ഈ പിരമിഡ് ഷേപ്പിൽ എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു വർക്ക് തരാം. ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതൊരു പ്രധാനപ്പെട്ട തിയറിയുമായി ബേസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യനും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ PDF ആയിട്ട് തരും. ഇതൊരു തിയറി ബേസ്ഡ് ആണ്. ഓക്കെ, നിങ്ങൾ അന്വേഷിക്കണം എന്താണ് ഈ തിയറി എന്നുള്ളത്. ഇത് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഓക്കെ, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഡെവലപ്ഡ് ബൈ ഹാർവർഡ് സൈക്കോളജിസ്റ്റ് ഹോവാർഡ് ഗാർഡ്നർ. ഓക്കെ, ഗാർഡ്നറുടെ തിയറിയാണത്. അപ്പോൾ ഇത് എന്താണ് ഈ തിയറി എന്ന് ഈ ക്വസ്റ്റ്യൻ ഞാൻ വിശദീകരിച്ചിട്ടില്ല. നിങ്ങൾ നോക്കണം ഇതെന്താണ് ഈ തിയറി, എന്താണ് ഇയാൾ പറയണത് എന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ളൊരു വർക്ക് കൂടിയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടായിരിക്കും. ഇന്നലെ ക്ലാസ് വെക്കണം എന്ന് കരുതിയത് നമ്മൾ റിലേറ്റീവ് മരണപ്പെട്ടപ്പോൾ എനിക്ക് ക്ലാസ് വെക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് ഒരു സെഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഈ തിയറി വിശദീകരിക്കാം. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക തിയറി എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ താങ്ക് യു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.